ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ വി എം സുധീരൻ, ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തല, നമ്മളെല്ലാവരും ആദരവോടുകൂടി നോക്കിക്കാണുന്ന പ്രിയങ്കരനായ ശ്രീ ജി സുധാകരൻ, പ്രിയപ്പെട്ട സി ദിവാകരൻ, പ്രൊഫസർ ബാലചന്ദ്രൻ, ശ്രീ ലിജു, ശ്രീ പാലോട് രവി, പ്രിയപ്പെട്ടവരെ, രണ്ട് യുഗപുരുഷന്മാരുടെ മഹാസംഗമം നടന്നിട്ട് 100 വർഷങ്ങൾ തികയുന്ന മനോഹരമായ ഒരു ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ഒത്തുചേരുന്നത്. ഒരു ചരിത്ര മുഹൂർത്തമാണ് 100 വർഷങ്ങൾ തികയുന്നത്. ആ സംഗമം സത്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ, സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിന് എത്രമാത്രം ഉത്തേജനം പകർന്നിട്ടുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. ശരിക്കും ആ മഹാസംഗമത്തിന് ശിവഗിരി കുന്നുകളിലേക്കുള്ള വഴികളിലെ മണൽത്തരികൾ പോലും കോരിത്തെരിച്ച് കാണും. ഇലകൾ പോലും അനങ്ങാതെ, ഒരു കാറ്റ് പോലും വീശാതെ, പ്രകൃതി പോലും നിശ്ചലമായി ഈ മഹാസംഗമം കണ്ട് സാക്ഷിയായി നിന്ന് കാണുന്നു. ആരാണവർ രണ്ടുപേരും? ഹാഫ് നെയ്ക്കഡ് ഫക്കീർ എന്നാണ് അദ്ദേഹത്തെ പരിഹസിച്ച് വിളിച്ചത് മഹാത്മാഗാന്ധി. അർദ്ധനഗ്നനായിരുന്നു ലണ്ടനിൽ പോകുമ്പോൾ. മറ്റൊരാൾ ഒരു വെള്ളമുണ്ടെടുത്ത് കുളിക്കാനും തുടയ്ക്കാനുമുള്ള തോർത്തു മാത്രം മീതയിട്ട് ഈ സംസ്ഥാനം മുഴുവൻ ചുറ്റി നടന്ന ഒരാൾ. അലസഗമനമെന്നോ ഊരു ചുറ്റിലെന്നോ വിശേഷിപ്പിക്കപ്പെടാൻ കഴിയുന്ന രണ്ടാളുകൾ. ആരാണ് യഥാർത്ഥ സന്യാസിമാർ? മുണ്ടിത ശിരസും ബ്രഹ്മചര്യ വ്രതവും കാവ്യവസ്ത്രവും ധരിച്ചാൽ ഒരാൾ സന്യാസിയാകുമോ? ഇതൊന്നുമില്ലാതെ സഹജമായ സന്യാസഭാവവും സമർപ്പണവും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജീവിതവും ആയിട്ടുള്ള രണ്ടുപേർ ഇതൊന്നുമില്ലാതെ തന്നെ സന്യാസി വര്യന്മാരായി ലോകം മുഴുവൻ അവരെ നോക്കിക്കണ്ടു. രണ്ടുപേരും സഞ്ചരിച്ചത് ഒരേ വഴികളിലൂടെയാണ്. മനുഷ്യൻ്റെ ജീവിതാവസ്ഥകളിൽ നിന്നും, സങ്കടങ്ങളിൽ നിന്നും, കഷ്ടപ്പാടുകളിൽ നിന്നും അവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടി നടത്തുന്ന പോരാട്ടം നടത്തിയ രണ്ടാളുകൾ. ആരോടും പിണങ്ങാതെ, ആരോടും കയർത്ത് സംസാരിക്കാതെ, പക്ഷേ സൗമ്യമായ വാക്കുകളിലൂടെ നാട്ടിൽ കൊടുങ്കാറ്റ് തീർത്ത, വിപ്ലവം തീർത്ത മഹാപുരുഷന്മാർ അവർ രണ്ടുപേരും. ശ്രീനാരായണ ഗുരുദേവനെ പറ്റി പി കെ ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യൻ ഇങ്ങനെ നടന്ന് ജനങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ പോകും. ചിലപ്പോൾ ഏതെങ്കിലും വീടിൻ്റെ മുന്നിൽ ചെന്ന് എനിക്കൊന്ന് വിശ്രമിക്കണം എന്ന് പറയും. അവർ അപരിചിതരാണെങ്കിലും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടെ വിശ്രമിച്ച് കാണും. അവിടെയുള്ള കുട്ടികൾ വന്ന് ചുറ്റും കൂടി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് കാണും. നർമ്മോക്തി കലർന്ന ഭാഷയിലൂടെ ഗുരുദേവൻ എല്ലാത്തിനും മറുപടി പറഞ്ഞ് കാണും. പിന്നെ എപ്പോഴെങ്കിലും അദ്ദേഹം തിരിച്ചതിലേ വരുമ്പോൾ ഈ മഹാനായ മനുഷ്യനെ കാണാൻ ആളുകൾ വഴിയരികിൽ കാത്തുനിന്ന് കാണും. അങ്ങനെ സഞ്ചരിച്ച ഒരാൾ 1888 മുതൽ 1928 വരെയുള്ള 4 പതിറ്റാണ്ടുകളിൽ കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥിതിയെ മുഴുവൻ വെല്ലുവിളിക്കുകയും ചോദ്യം ചെയ്യുകയും അരുവിപ്പുറം പ്രതിഷ്ഠയോടുകൂടി കേരളത്തിൻ്റെ മണ്ഡലത്തിൽ അന്ന് നിലനിന്നിരുന്നൊരു സാമൂഹ്യാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയാത്തൊരു സാഹചര്യമാണ്. കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരുന്ന ശ്രീ ടി കെ മാധവൻ്റെയും ശ്രീ സി കേശവൻ്റെയും എല്ലാം ആത്മകഥയിൽ ആ കാലഘട്ടത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. ആശാൻ്റെ മുമ്പിൽ അക്ഷരം പഠിക്കാനിരുന്ന ടി കെ മാധവൻ ആശാൻ ദേഷ്യം വന്നപ്പോൾ അടിച്ചു, ചൂരൽ കൊണ്ട് അടിച്ചു. എങ്ങനെയാണ് അടിച്ചത്? എറിഞ്ഞാണ് അടിച്ചത്. കാരണം തൊട്ടടിക്കാൻ പാടില്ല. ആശാൻ അടിച്ചത് എറിഞ്ഞാണ് അടിച്ചത്. കൂടെയുള്ള സവർണ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ നേരെ അടിക്കുമ്പോൾ തന്നെ എറിഞ്ഞാണ് അടിച്ചതെന്നാണ് ടി കെ മാധവൻ എഴുതിയിട്ടുള്ളത്. സി കേശവൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മാറിപ്പോടാ എന്നുറക്കെ അലറിയ ബ്രാഹ്മണ്യത്തെക്കുറിച്ച് ടി കെ മാധവൻ വിശദീകരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ പിന്നോക്കാവസ്ഥ ഇനിയും തുടർന്നാൽ ഞങ്ങൾ മതപരിവർത്തനം ചെയ്യേണ്ടി വരും എന്നുള്ള ഭീഷണിയിൽ കലർന്ന വാക്കുകളിലൂടെ സംസാരിക്കേണ്ടി വന്ന സി വി കുഞ്ഞിരാമൻ്റെ സങ്കടങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ആ കാലഘട്ടത്തിലാണ്
ഗുരുദേവൻ ഈ സാമൂഹ്യ മാറ്റത്തിനുള്ള തിരികൊളുത്തി കൊടുത്തത്. അപ്പോഴാണ് ഒരാൾ ഈ രാജ്യം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച്, അദ്ദേഹം എന്തൊരു പ്രത്യേകതയാർന്ന ആളായിരുന്നു. ഈ കേരളം പോലുള്ള വിമാനങ്ങളില്ലാത്ത കാലത്ത് ഈ കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് 33 സ്ഥലങ്ങളിലാണ് ഗാന്ധി പ്രസംഗിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്തും കൊല്ലത്തും ആലുവയിലും തൃപ്പൂണിത്തുറയിലും കൽപ്പറ്റയിൽ വരെ ഗാന്ധി പോയിട്ടുണ്ട്. പല സ്ഥലത്തും നടന്നാണ് പോയിട്ടുള്ളത്. ഈ ശ്രീനാരായണ ഗുരുദേവനെ അദ്ദേഹം സന്ദർശിച്ചു. അയ്യങ്കാളിയെ വെങ്ങാനൂരിലുള്ള വസതിയിൽ പോയി കണ്ടു. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകി. മധുര ക്ഷേത്രത്തിലേക്കുള്ള ദളിതരുടെ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പങ്കെടുത്തു. രാജ്യം മുഴുവൻ നടന്ന എല്ലാ മൂവ്മെന്റുകളെയും എല്ലാ പ്രസ്ഥാനങ്ങളെയും അദ്ദേഹം ഹൃദയത്തിലേറ്റി. തുർക്കിയിൽ ഗാലിഫേറ്റ് ഇല്ലാതാക്കിയ ബ്രിട്ടീഷുകാരുടെ പ്രവർത്തിക്കെതിരായിട്ട് ലോകം മുഴുവൻ ഒരു പാൻ ഇസ്ലാമിക് മൂവ്മെന്റ് ഖിലാഫത്ത് പ്രസ്ഥാനം നടന്നപ്പോൾ അതിന് ഈ ലോകത്താദ്യമായി പിന്തുണ കൊടുത്ത രാഷ്ട്രീയ നേതാവ് മഹാത്മാഗാന്ധിയായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്തും ഒരുമിച്ച് പോയി. ഞാൻ പലപ്പോഴും പറയും, എല്ലാ അരുവികളും നദികളും ഒഴുകി മഹാസാഗരത്തിൽ ചെന്ന് ലയിച്ചു ചേരുന്നത് പോലെ ഈ രാജ്യത്തുണ്ടായിരുന്ന വ്യത്യസ്തമായ ആശയങ്ങളെ, ചിന്തകളെ എല്ലാം ഒരുമിച്ച് നിർത്തി ഒഴുകി ദേശീയ പ്രസ്ഥാനം എന്നുള്ള മഹാസാഗരത്തിൽ കൊണ്ടുപോയി എത്തിച്ചത് ഗാന്ധിയാണ്. എല്ലാത്തിനെയും ചേർത്ത് നിർത്തുക, ഇൻക്ലൂസീവ് ആയിരുന്നു. എല്ലാത്തിനെയും ചേർത്ത് നിർത്തുക. മതേതരത്വത്തിന് പുതിയ ഭാഷ്യം ചമച്ചു അദ്ദേഹം. റിജക്ഷൻ ഓഫ് റിലീജിയൻ അല്ല പാശ്ചാത്യ നാടുകളിലെ പോലെ മതേതരത്വം. എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്തുന്നതാണ്. ഞാനൊരു മതത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ, എൻ്റെ മതവിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ, എൻ്റെ സഹോദര മതത്തിൽപ്പെട്ട ഒരാളുടെ നേർക്ക് ആരെങ്കിലും കൈവിരൽ ചൂണ്ടിയാൽ അവൻ്റെ മുന്നിൽ നിന്ന് ഞാൻ അവനെ സംരക്ഷിക്കുമ്പോഴാണ് ഇന്ത്യയുടെ മതേതരത്വം അർത്ഥപൂർണമാകുന്നത് എന്ന് നമ്മളെ പഠിപ്പിച്ച ഒരാൾ. ശ്രീനാരായണ ഗുരുദേവനുമായും അയ്യങ്കാളിയുമായിട്ടുള്ള സന്ദർശനത്തിന് ശേഷം തൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് ഗാന്ധി എഴുതി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യ സമരമായി മാറിയതും അതുകൊണ്ട് തന്നെയാണ്. സാമൂഹ്യ നവോത്ഥാനത്തിൽ പങ്കാളികളായ വലിയ നേതാക്കളുടെ വലിയ മനുഷ്യരുടെ മനസ്സറിഞ്ഞ്, അത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമായിരുന്നില്ല. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരത്തോടൊപ്പം സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി കൂടി നടത്തിയ സമരമായിരുന്നു. നൂറ്റാണ്ടുകളോളം ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യരെ ജീവിതത്തിന്റെ മുഖ്യധാരകളിലേക്ക് കൈപിടിച്ചാനയിച്ച ഒരു സമരമായിരുന്നു. ആ യുഗപുരുഷന്മാരുടെ മഹാസംഗമം ഇവിടെ സൂചിപ്പിച്ചു. വാക്കുകൾ കൊണ്ട് ഐക്യത്തെക്കുറിച്ച്, ഹിന്ദു പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഐക്യത്തെക്കുറിച്ച് പറയുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തോടു കൂടിയ തുടക്കം. അതില്ല എന്നുള്ള ഗുരുദേവന്റെ മറുപടി. വൈക്കം സത്യാഗ്രഹത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമോ എന്നുള്ള സംശയപ്രകടനം. ഒരു മാറ്റവും വരുത്തേണ്ടതില്ല, അതിങ്ങനെ തന്നെ പോകട്ടെ എന്ന ഗുരുദേവന്റെ മറുപടി. മോക്ഷപ്രാപ്തി ഹിന്ദുമതത്തിൽ ലഭ്യമാകുമോ എന്ന ഗാന്ധിയുടെ സരസമാർന്ന ചോദ്യം. അതിന് ഹിന്ദുമതമല്ല, ഏതു മതമായാലും മോക്ഷപ്രാപ്തി കിട്ടും എന്ന ഗുരുദേവന്റെ മറുപടി. അതിനുള്ള മറുചോദ്യം, അതായത് ഈ മോക്ഷപ്രാപ്തി മതിയോ എന്നുള്ള ചോദ്യത്തിന് മോക്ഷപ്രാപ്തി പോരാ, ലൗകിക സുഖം കൂടി വേണം. ഐത്തം മാത്രം മാറ്റിയാൽ പോരാ, പിന്നോക്കക്കാരന് വിദ്യാഭ്യാസവും ധനവും ഉണ്ടാകണം എന്ന ഗുരുദേവന്റെ മറുപടി. എത്ര രസകരമായ ചോദ്യങ്ങളും ഒരുപാട് അർത്ഥം നിറഞ്ഞ മറുപടിയും കൊണ്ട് നിറഞ്ഞു നിന്ന ആ സംഭാഷണം കുറച്ചു വാക്കുകൾ മാത്രം, കുറച്ചു വാചകങ്ങൾ കൊണ്ട് മാത്രം ആ യുഗപുരുഷന്മാർ സമ്മതിച്ചപ്പോൾ അത് വരാനിരിക്കുന്ന തലമുറയ്ക്ക് കൂടി നൽകിയ മഹാസന്ദേശമായി മാറി. നമ്മൾ അഭിമാനിക്കുന്നു, ഈ കേരളത്തിലെ ഈ ശിവഗിരിയിൽ വന്ന് മഹാത്മാഗാന്ധി കേരളത്തിൻ്റെ എക്കാലത്തെയും വലിയ ഈ യുഗപുരുഷനെ സന്ദർശിച്ച ആ മനോഹരമായ മുഹൂർത്തം, അതിൻ്റെ സന്ദേശം അവർ രണ്ടുപേരും ഈ ലോകത്തോട് പറഞ്ഞത്, അവരെന്തിനു വേണ്ടിയാണ് യാത്ര ചെയ്തത്, അവരെന്തന്വേഷിച്ചുള്ള യാത്രയായിരുന്നു അവരുടേത്. മനുഷ്യൻ്റെ ഈ അവസ്ഥകൾ മാറ്റിയെടുക്കാൻ, ജീവിതാവസ്ഥകൾ മാറ്റി മനുഷ്യനെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാൻ ശ്രമം നടത്തിയ രണ്ട് മഹാപുരുഷന്മാരുടെ ഈ സംഗമം വരാനിരിക്കുന്ന തലമുറകളിലേക്ക് കൂടി അതിൻ്റെ സന്ദേശം എത്തിക്കണം എന്നുള്ള വിനയപൂർവമായ ഒരു അഭ്യർത്ഥന ഞാൻ മുന്നിൽ വയ്ക്കുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പരിപാടി തീർച്ചയായും ആ പഴയ കാലത്തേക്കും
അവര് കാലാധിവർത്തിയായി നമുക്ക് നൽകിയ സന്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനും കൂടിയുള്ള അവസരമായി മാറും. ഈ യോഗം ബഹുമാനനായ ശ്രീ VM സുധീരൻ അധ്യക്ഷത വഹിക്കുന്ന ഈ യോഗം തീർച്ചയായും ശ്രീ രമേശ് ചെന്നിത്തലയുടെയും ശ്രീ G സുധാകരൻ്റെയും ശ്രീ ദിവാകരൻ്റെയും എല്ലാം സാന്നിധ്യത്തിൽ കൂടുതൽ ധന്യമാകുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രത്യയശാസ്ത്രങ്ങൾ നമ്മുടെ കൂടെയുണ്ട്, ആശയങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. അതിലെല്ലാത്തിലും വലുതാണ് മനുഷ്യനെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളും അവന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പോരാട്ടവും. രണ്ട് മഹാപുരുഷന്മാർ പോരാടിയത് വ്യവസ്ഥിതിയോടാണ്. വ്യവസ്ഥിതിയുടെ തെറ്റായ വഴികൾക്കെതിരെ പോരാടിയവരാണ് അവർ രണ്ടുപേരും. ആ വ്യവസ്ഥിതിക്കെതിരായിട്ടുള്ള പോരാട്ടം തീർച്ചയായും പ്രത്യയശാസ്ത്രത്തിൻ്റെ തടവുകാരാകാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് നമുക്ക് കാണിച്ചു തന്ന മഹത് വ്യക്തികൾ കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ശരിക്കും അതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീ G സുധാകരനും ശ്രീ ദിവാകരനുമാണ്. രണ്ടുപേരോടും ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി നോക്കിക്കണ്ടിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ എല്ലാവരും. ഞാൻ നിയമസഭയിൽ അവർ രണ്ടുപേരും മന്ത്രിമാരായിരുന്നപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് ഒരുപാട് വിമർശനങ്ങൾ മന്ത്രിസഭയ്ക്ക് നേരെ, മന്ത്രിമാർക്ക് നേരെ, ഭരണകൂടങ്ങൾക്ക് നേരെ വർഷിച്ചപ്പോഴും ഒരു വാക്കുപോലും ഈ രണ്ടുപേരെ കുറിച്ചും പറയേണ്ട ഒരവസരം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. അവരതിനുള്ള അവസരം ആ 5 വർഷക്കാലം ഒരിക്കൽ പോലും, സുധാകരൻ കൂടുതൽ വർഷം ഇരുന്നിട്ടുണ്ട്, ഒരിക്കൽ പോലും തന്നിട്ടില്ല. ഇന്നും ഞങ്ങൾ പറയും, പൊതുമരാമത്ത് വകുപ്പിൽ ഇന്നും പരാതി അസംബ്ലിയിൽ ഉയർന്നു. പല കാരണങ്ങൾ, പൊതുമരാമത്ത് വകുപ്പ് മാത്രമല്ല പല വകുപ്പുകളിലെയും പക്ഷാഭേദത്തെക്കുറിച്ച്. പക്ഷേ ഞാൻ എപ്പോഴും പറയും, നീതിമാനായ ഒരു പൊതുമരാമത്ത് മന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു. അത് ശ്രീ G സുധാകരനായിരുന്നു. കൃത്യമായി ഞാനിത് ഇവിടെ വെച്ച് അദ്ദേഹത്തെ വേദിയിലിരുത്തി പറയുന്നതല്ല, അദ്ദേഹം മന്ത്രിയായപ്പോൾ തന്നെ പരസ്യമായി പറഞ്ഞ കാര്യമാണ്. അതുപോലെ നിയമസഭയിൽ ഞങ്ങൾക്കെല്ലാം ഉപദേശങ്ങൾ നൽകുന്ന ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാണ് അന്നും ഇന്നും ശ്രീ ദിവാകരൻ. ഈ വലിയൊരു പരിപാടിയിൽ, അതായത് നമ്മളെല്ലാം വളരെ വികാരവായ്പോടുകൂടി നടത്തുന്ന ഈ പരിപാടിയിൽ അവരുടെ സാന്നിധ്യം ഉണ്ടായതിന് ഞാൻ പ്രത്യേകമായ നന്ദി കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.